പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പ്രതികൾ രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു മർദ്ദനമെന്നും റിമാൻഡ് റിപ്പോർട്ട്. അറിയപ്പെടുന്ന RSS പ്രവർത്തകർ വിചാരണ നടത്തിയാണ് കൊലപ്പെടുത്തിയതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി മർദ്ദിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചുവെന്നും രാംനാരായണന്റെ മുഖത്തും വയറിലും മർദ്ദിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. RSS BJP പ്രവർത്തകർ കൊലപാതകം നടത്തിയത് മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. അറിയപ്പെടുന്ന RSS BJP സംഘമാണ് കൊലപ്പെടുത്തിയത്. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് രാംനാരായണനെന്നും MP രാജേഷ് പറഞ്ഞു. ബംഗ്ലാദേശി എന്ന ഈ ചാപ്പകുത്തൽ വംശീയ വിദ്വേഷത്തിൽ നിന്ന് വംശീയ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ആ കുടുംബത്തിൻ്റെ കൂടെയാണ് സർക്കാരുള്ളത്. പ്രതികളെ 4 പേരെ ഇപ്പോൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 5 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ അക്കാര്യത്തിലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കി കൊടുക്കാൻ പഴുതടച്ച നടപടികളുണ്ടാവും. 2 CPIM പ്രവർത്തകരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കൂടിയാണ് പിടിയിലായതെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. അതേസമയം കൊലപാതകത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്, ആ ഓഫൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് ബന്ധപ്പെട്ട സെക്ഷൻസ് കൂടി ലീഗലി സൂട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. പ്രത്യേക അന്വേഷണ സംഘമാണ് കൊലപാതകം അന്വേഷിക്കുക. പ്രതികൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നുണ്ടെന്നും അത് പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.